ഒരു ചെറിയ കള്ളത്തരം കാണിച്ച് കണ്ണൻ ഗുരുവായൂരിലേക്ക് വിളിച്ച ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലെ സബിത കബീർ ദാസ്. നല്ല പേരാണല്ലേ? അപ്പം എന്ത് തന്നെയാലും പേര് മാതിരി തന്നെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് വന്നിട്ടുള്ളത്. നമുക്ക് കേട്ടാലോ? എല്ലാവരും തയ്യാറല്ലേ? ജയ് ശ്രീ രാധേ രാധേ. ഞാൻ സബിത കബീർ ദാസ്, ത്രിമധുരം ഗ്രൂപ്പിലെ അംഗമാണ്. എല്ലാവരുടെയും അനുഭവം കേൾക്കാറുണ്ട്. സാറിൻ്റെ അവതരണം നേരിട്ട് അനുഭവിക്കുന്ന ഫീലാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, കണ്ണൻ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം തന്നില്ലല്ലോ എന്ന്. ഞാൻ ഒത്തിരി ദുരിതങ്ങൾക്ക് നടുവിലാണ്. എൻ്റെ ഹസ്ബൻഡ്, സിസ്റ്റർ എന്നിവർ കൊറോണയ്ക്ക് എന്നെ വിട്ടുപോയി. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. സഹോദരൻ വർഷങ്ങളായി ഞങ്ങളിൽ നിന്ന് അകന്ന് താമസം. 32 വർഷമായിട്ട് ഞാൻ ഡൽഹിയിലാണ്. മോള് പഞ്ചാബിൽ നഴ്സിംഗ് പഠിക്കുന്നു. മോൻ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ബിസിനസ്സാണ്. അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാതെ ഞാൻ നാട്ടിൽ പോന്നു. അച്ഛന് വിശ്വാസം ഒട്ടുമില്ല. അതുകൊണ്ട് ദൂരെയുള്ള ഒരമ്പലത്തിലും പോകാൻ പറ്റില്ല. ഞാൻ എൻ്റെ ജപവും അടുത്തുള്ള അമ്പലത്തിൽ പോകും. അങ്ങനെ ദിവസവും കഴിയുന്നു. അമ്മയുമായിട്ടൊരു സംസാരം ഉണ്ടായ ഒരു ദിവസം. എന്താണെന്നോ? പൈസയും ആളുണ്ടെങ്കിൽ ഏത് അമ്പലത്തിലും പോകാം, ഒരിടത്ത് പോകാനും എനിക്ക് ഭാഗ്യമില്ല എന്ന്. ഞാൻ പറഞ്ഞു, ഭഗവാൻ വിളിച്ചാൽ നമ്മൾ എവിടെ വേണേലും പോകും. വിളിക്കണം ഭഗവാൻ. എന്തോ അമ്മ എന്നോട് എതിർത്തു പറഞ്ഞു. ഞാൻ മറുപടി കൊടുത്തില്ല. മോൾക്ക് 10 ദിവസത്തെ അവധി കിട്ടി. അവൾ പറഞ്ഞു നാട്ടിൽ വരുവാണ്. 4 വർഷമായി നാട്ടിൽ വന്നിട്ട്. അമ്മ അവിടെ ഉണ്ടല്ലോ, ഞാൻ പോരാൻ പറഞ്ഞു. അമ്മയുമായി സംസാരമുണ്ടായ പിറ്റേ ദിവസം 10 മണിക്ക് മോള് വരുന്ന ട്രെയിന് ആലപ്പുഴയിലെത്തണം. 8 മണി കഴിഞ്ഞപ്പോൾ ഫോൺ വന്നു. അമ്മേ, എൻ്റെ ബാഗ് ആരോ എടുത്തു കൊണ്ടുപോയി. ടെൻഷനായി. ടി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. പേടിക്കേണ്ട, ഫോണുണ്ടല്ലോ. ശരിക്കും ടെൻഷനായി. തനിച്ച് ആദ്യമാണ് ഇത്ര ദൂരം യാത്ര. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ഫോണ്. അമ്മേ, ബാഗ് കിട്ടി. ആരോ മാറി കൊണ്ടുപോയതാണ്. ബാഗ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അറിയില്ല പറഞ്ഞാൽ എത്രയാണെന്ന്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ കണ്ണൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം തന്നത്. ദർശനം കഴിഞ്ഞിട്ടേ ഞാൻ മടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, എനിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒറ്റയ്ക്ക് കൊച്ചുമായി നീ എങ്ങനെ? അച്ഛനോട് ചെറിയ നുണ പറഞ്ഞു. ബാഗ് വാങ്ങിത്തിരിക്കുമ്പോൾ രാത്രിയാകും, യാത്ര സേഫ് അല്ല എന്ന്. അങ്ങനെ ഞാൻ കണ്ണനെ കാണാൻ ഗുരുവായൂരെത്തി. മോള് പറയും, അമ്മയെ ഞാൻ ബാഗ് കളഞ്ഞതല്ലേ, അമ്മയുടെ കണ്ണൻ മോഷ്ടിച്ചതാണ് എന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലെങ്കിൽ എനിക്ക് ഗുരുവായൂർ പോകാൻ പറ്റില്ല. ഇനിയും പോകണം. അറിയില്ല എങ്ങനെ. ഇത്തരം കള്ളത്തരം കാണിച്ച് വീണ്ടും കണ്ണൻ എന്നെ വിളിക്കുമായിരിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് ജീവിതം ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും വരുന്ന അനുഭവങ്ങളിൽ ഒരുപാട് ജീവിതങ്ങളാണല്ലേ. എന്തെല്ലാം ജീവിതങ്ങളാണ് നമ്മളോട് തുറന്നു പറയുന്നത്. പലരും പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കണ്ണനായിട്ടുള്ള അനുഭവമല്ലേ നമുക്ക് അത്രയും വ്യക്തമായിട്ട് നാട്ടുകാരോട്, ലോകത്തുള്ള എല്ലാ ജനങ്ങളോടും പറയാൻ പറ്റുള്ളൂ അല്ലേ. നമുക്ക് ഭഗവാനോടുള്ള സ്നേഹം നമ്മൾ ഇത്തരം അനുഭവങ്ങളിലൂടെ പ്രകടിപ്പിക്കുകയാണ്. അത് നിങ്ങൾ എന്നിലേക്ക് അയക്കുന്നു, ഞാനൊരു നിമിത്തമായിട്ട് നിങ്ങളിലേക്ക് ഇതൊക്കെ എത്തിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു അനുഭവം എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാവർക്കും കേട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷൻ, പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്കാണ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റുക. അതിനുള്ള കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. യൂട്യൂബിൽ ജോയിൻ ബട്ടണിലൂടെ വരാം. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് ഈ ദിവസം വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.